റിംഗ് ഓഫ് റൗഡീസ് എന്ന ചലച്ചിത്രത്തിലൂടെ പ്രശസ്ത സംഗീത സംവിധായകരായ ശങ്കർ ഇഹ്സാൻ ലോയ് ടീം മലയാളത്തിലെത്തുന്നു. ചിത്രത്തിന്റെ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് മുംബൈയിൽ നടന്നു. വിനായക് ശശികുമാർ എഴുതിയ 5 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തുന്നു. റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ രമേഷ്, റിതേഷ്, ഷിഹാൻ ഷൗക്കത്ത് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന അല്ലു അർജുൻ ചിത്രത്തിൽ ദീപിക പദ്കോൺ നായിക. ചിത്രത്തിന്റെ സെറ്റിൽ ദീപിക ചേർന്നു. ഇതാദ്യമായാണ് തെലുങ്ക് നടൻ അല്ലു അർജുനൊപ്പം ദീപിക പദ്കോൺ അഭിനയിക്കുന്നത്. നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സാണ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ ദീപിക പദ്കോണിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് പങ്കുവച്ചത്. ആറ്റ്ലി ഒരുക്കുന്ന ശാസ്ത്ര സാങ്കല്പിക ചിത്രത്തിൽ പോരാളിയുടെ വേഷത്തിലാണ് ദീപിക പദ്കോൺ എത്തുന്നത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന മലയാള ചലച്ചിത്രം റോന്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ജൂൺ 13 ചിത്രം തിയേറ്ററുകളിലെത്തും. 2 പോലീസുകാരുടെ ജീവിതം പറയുന്ന സംഭ്രമജനകമായ ചിത്രമാണ് റോന്ത്. സുധി കോപ്പ, അരുൺ ചെറുകാവിൽ, കൃഷ കുറുപ്പ്, നന്ദനുണ്ണി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രശസ്തരായ ലക്ഷ്മി മേനോൻ, ബേബി നന്ദൂട്ടി തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഹിന്ദി ചലച്ചിത്രം പരം സുന്ദരി ജൂലൈ 25 തിയേറ്ററുകളിലെത്തും. അഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജൻ നിർമ്മിച്ച ചിത്രം തുഷാർ ജലോട്ടയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു കാൽപ്പനിക ഹാസ്യ ചിത്രമാണ് പരം സുന്ദരി. ഡിജിറ്റൽ റിലീസിനെ കുറിച്ചുള്ള നിരവധി ഊഹാപോഹങ്ങൾക്ക് ശേഷം മലയാളം ചിത്രം ആലപ്പുഴ ജിങ്കാന OTT റിലീസിനൊരുങ്ങുന്നു. 2025 ഏപ്രിൽ 10 വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രം ജൂൺ 5 മുതൽ OTTയിൽ എത്തുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. ജൂൺ 13 സോണി ലിവിലൂടെ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കും. തല്ലുമാല എന്ന ചലച്ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രമായതിനാൽ വൻ പ്രചാരണത്തോടെയാണ് ആലപ്പുഴ ജിങ്കാന തിയേറ്ററിലെത്തിയത്. യുവാക്കളെ ലക്ഷ്യമിട്ടൊരുക്കിയ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാനയും. ഗണപതി, ലുക്മാൻ, നസ്ലൻ, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ, ഷോൺ ജോയ്, കാർത്തിക്, നന്ദ നിഷാന്ത്, നോയില ഫ്രാൻസി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. നവാഗതനായ വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്യുന്ന മലയാള ചലച്ചിത്രം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉടൻ OTTയിൽ പ്രദർശനം ആരംഭിക്കും. അജു വർഗീസ്, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം സൈന പ്ലേയിലൂടെയാണ് OTTയിലെത്തുക. 7ാം ക്ലാസ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ചിത്രം. പവൻ കല്യാൺ ചിത്രമായ ഹരിഹര വീര മല്ലുവിന്റെ റിലീസ് വീണ്ടും മാറ്റിവെച്ചു. ചിത്രം ജൂൺ 12 തിയേറ്ററുകളിൽ എത്തില്ല എന്ന് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു. പുതിയ ട്രെയിലറും റിലീസ് തീയതിയും ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ദ്വയത്തിലെ ആദ്യ ഗാനം പുറത്തുവന്നു. കപിൽ കപിലൻ പാടിയ ചെറുകിളിയുടെ വാനം എന്ന ഗാനം ഇതിനകം ഹിറ്റ് ചാർട്ടിലുണ്ട്. ബിനോയ് കൃഷ്ണൻ രചന നിർവഹിച്ച ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് സതീഷ് രാമചന്ദ്രനാണ്. സരിഗമയുടെ YouTube പ്ലാറ്റ്ഫോമിലൂടെയാണ് പാട്ട് പുറത്തുവന്നത്. ദ്വയത്തിലെ ഗാനങ്ങൾക്ക് സതീഷ് രാമചന്ദ്രന് സംഗീത സംവിധാനത്തിനുള്ള ഫിലിം ക്രിട്ടിക്സിന്റെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരുന്നു. ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, കർണാടക സർക്കാരിന്റെ മൈസൂർ ദസറ ഫെസ്റ്റ് എന്നീ മേളകളിൽ നിരൂപക ശ്രദ്ധ നേടിയ ചിത്രമാണ് സന്തോഷ് ബാലകൃഷ്ണന്റെ സംവിധാന സംരംഭമായ ദ്വയം. ചെറുകിളിയുടെ വാനം, ചിറകടിയുടെ താളം, പകൽ വന്നുവോ ഇതുവരെ അറിയാതെ പരതിയ വഴിച്ചാരെ ഏതാ